വഞ്ചകരെ തിരിച്ചറിയുക എന്നത് ചാണക്യൻ ഏറ്റവും ഗൗരവമായി പഠിപ്പിച്ച ജീവിത തന്ത്രങ്ങളിലൊന്നാണ്. വഞ്ചിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ആത്മാർത്ഥത മുതലെടുക്കുകയും കൃത്യസമയം വരുമ്പോൾ നമുക്കെതിരായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും. എല്ലാത്തിനേക്കാളും അത്ഭുതം ഇതൊക്കെ ഇവർ ചെയ്യുക വളരെ സ്നേഹത്തോടെ നമ്മോട് ചേർന്ന് നിന്നായിരിക്കും എന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിവരെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത്. അതിനാൽ അവരെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നമ്മളിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്ത് സപ്പോർട്ട് നൽകുമല്ലോ. ചാണക്യൻ പറയുന്നത് വഞ്ചക ന ദുരസ്ഥ സ്മിതമുഖ ന ഹൃദയസ്ഥ എന്നാണ്. അതായത് വഞ്ചകൻ ദൂരെയല്ല, ചിരിച്ച മുഖത്താണ് ഒളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ചാണക്യൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നമ്മെ തകർക്കുന്നവർ പുറത്തുനിന്നല്ല വരുന്നത് എന്നാണ്. പലപ്പോഴും വളരെ വേണ്ടപ്പെട്ടവരായി നടിക്കുന്നവരിൽ നിന്നാണ് നാം വഞ്ചിതരാകാറുള്ളത്. ചാണക്യൻ പഠിപ്പിച്ച വഞ്ചകരെ തിരിച്ചറിയുവാനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വാക്കിനും പ്രവൃത്തിക്കും വ്യത്യാസമുണ്ടോ എന്നെപ്പോഴും പരിശീലിക്കുക. ഇങ്ങനെയുള്ളവരുടെ വാക്കിനും പ്രവൃത്തിക്കും ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് പ്രത്യേകം ഓർക്കണം. അതായത് വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടാത്തവൻ 100% വഞ്ചകനാണ് എന്നുറപ്പിക്കാം. ഉദാഹരണം, ഒരു സഹപ്രവർത്തകൻ നിങ്ങളെ സഹായിക്കാമെന്ന് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സമയത്തൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവസാന നിമിഷം നിങ്ങളെ കൈയൊഴിയും. വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ വിഷമത്തിൽ ചേർന്ന് നിന്നായിരിക്കും അദ്ദേഹം നിങ്ങളോടത് പറയുക. അതിനാൽ നിങ്ങൾക്ക് അയാളുടെ കാര്യത്തിൽ സംശയമൊന്നും തോന്നില്ല. പകരം ഇങ്ങനെ തോന്നാം, എനിക്ക് വേണ്ടി അവസാന നിമിഷം വരെയും അദ്ദേഹം ശ്രമിച്ചു എന്നൊരു ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് അയാളോടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അയാളോട് സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എല്ലാം ശരിയാക്കാമെന്ന് അയാൾ നിങ്ങൾക്ക് ഉറപ്പ് തന്നതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം മറ്റൊരാളോട് പറയുകയോ അതിനുവേണ്ടി ഒരാളോട് സമീപിക്കാൻ നിങ്ങൾക്ക് തോന്നുകയോ ചെയ്തില്ല എന്നതാണ്. ചാണക്യൻ പറയുന്നു, വാക്കുകൾക്കല്ല പ്രവൃത്തികൾക്കാണ് വിശ്വാസം കൊടുക്കേണ്ടത്. അധിക മധുരം കാണിക്കുന്നവരെ എപ്പോഴും സംശയിക്കുക. അമിതമായി സ്നേഹം കാണിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത്. ഉദാഹരണം, നിങ്ങളോട് എല്ലായ്പ്പോഴും നിങ്ങളെ പോലുള്ളവർ ഈ ലോകത്തുണ്ടാവില്ല എന്നും നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് എന്നും പറയുന്നവൻ മറ്റുള്ളവരോടും അതേ വാക്ക് തന്നെ പറയുന്നു. ചാണക്യൻ പറയുന്നു, വഞ്ചകർ നിമിഷങ്ങൾ കൊണ്ട് സ്നേഹം കാണിക്കുകയും മധുരമായ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് കീഴടക്കുകയും ചെയ്യുന്നു എന്ന്. മറ്റുള്ളവരെ പറ്റി നിങ്ങളോട് കുറ്റം പറയുന്നവൻ നിങ്ങളെപ്പറ്റിയും അങ്ങനെ തന്നെയാണ് സംസാരിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നത്. അതായത് നിങ്ങളോട് അവൻ കള്ളനാണ് എന്ന് പറയുന്ന ഒരാൾ മറ്റൊരാളോട് നിങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ പറയും. ചാണക്യൻ പറയുന്നു, ഇങ്ങനെയുള്ളവരെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത്. അവന് പ്രയോജനമില്ലാതിരിക്കുമ്പോഴും നിങ്ങളെ കാണുന്നുണ്ടോ എന്നത് പ്രത്യേകം നിരീക്ഷിക്കുക. ലാഭം കിട്ടുമ്പോൾ സുഹൃത്തു പോലെയും നഷ്ടം വന്നാൽ വഞ്ചകനെ പോലെയും പെരുമാറുന്നവരും ധാരാളമുണ്ട്. ഇങ്ങനെയുള്ളവർ നിങ്ങൾ വിജയിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടുവരികയും നിങ്ങളുടെ പരാജയത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, പ്രയാസ സമയത്ത് മാത്രമേ മനസ്സിലാവൂ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നത്. എപ്പോഴും വഞ്ചകൻ വളരെയധികം നാടകീയമായിരിക്കും. ചാണക്യൻ പഠിപ്പിച്ചത് അമിതമായി അഭിനയിക്കുന്നവരെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ്. അതായത് വഞ്ചകൻ എല്ലായ്പ്പോഴും അനാവശ്യമായ ഉറപ്പുകൾ നൽകും. ഞാൻ എപ്പോഴും നിനക്കൊപ്പമുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വരെ അവർ പറഞ്ഞു പോകും. ചാണക്യൻ പറയുന്നത് അധിക വികാര പ്രകടനം യാഥാർത്ഥ്യമല്ല എന്ന് എപ്പോഴും ഓർക്കണമെന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവന്റെ കണ്ണുകൾ മനസ്സിലെ വഞ്ചന എപ്പോഴും വെളിപ്പെടുത്തും. ചാണക്യൻ പറയുന്നു, കണ്ണുകളിലൂടെ മനസ്സിന്റെ യഥാർത്ഥ വികാരം നമുക്ക് കാണാം. അതായത് കള്ളം പറയുമ്പോൾ കണ്ണുകൾ മാറി നിൽക്കുകയും ചിരിയിലൂടെയോ വാക്കുകളിലൂടെയോ മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വാക്കുകളേക്കാൾ കണ്ണുകളെയാണ് നാം വിശ്വസിക്കേണ്ടത്.
അവർ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക. വഞ്ചകർ സാധാരണയായി അധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ സ്വന്തം കാര്യങ്ങൾ ഒരിക്കലും പറയില്ല. ഉദാഹരണം, നിങ്ങളുടെ ജീവിതം, പ്ലാൻ, ബന്ധങ്ങൾ എല്ലാം അവർ ചോദിച്ചു മനസ്സിലാക്കും. പക്ഷേ അവരെക്കുറിച്ചോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും തന്നെയോ നിങ്ങളോട് പറയുകയുമില്ല. ചാണക്യൻ പറയുന്നു, രഹസ്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കറിയാമെന്നും എന്തെല്ലാം നിങ്ങളോട് പറയാറുണ്ടെന്നും ഓർക്കുക. ചെറിയ കാര്യങ്ങളിൽ കാണുന്ന കള്ളം വലിയ വഞ്ചനയുടെ അടയാളമാണ്. ചെറിയ അസത്യങ്ങൾ പറയുന്നവൻ വലിയ വഞ്ചനയ്ക്കും തയ്യാറാകും. ഉദാഹരണം, ചെറിയ കാര്യങ്ങളിൽ പോലും സത്യം മറച്ചുവെക്കുന്ന ഒരാളെ ശ്രദ്ധയോടെ വീക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, ചെറിയ കള്ളത്തെ പോലും നിസ്സാരമായി കാണരുത്. മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങളോട് പറയുന്നവൻ നിങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. അതായത്, ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അയാളിൽ നിന്ന് നിർബന്ധമായും അകലം പാലിക്കണം. ഒരാളെ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ വിശ്വസിക്കാവൂ. വിശ്വസിച്ചതിന് ശേഷം പരീക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല. ചാണക്യൻ പറയുന്നു, ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ചെറുതായി പരീക്ഷിച്ച ശേഷമേ അയാളുമായി ഹൃദയം തുറക്കാവൂ. ഒരിക്കൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ സംശയം വെക്കരുത്. അതാണ് ബുദ്ധിപരമായ വഴിയിലേക്കുള്ള പാത. ചുരുക്കത്തിൽ, ഒരാളുടെ വാക്ക് നോക്കരുത്, പ്രവൃത്തി മാത്രം നോക്കുക. മധുരമായ സംസാരങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം എപ്പോഴും തിരിച്ചറിയുക. വഞ്ചകൻ എപ്പോഴും താൽക്കാലികമായി നല്ലവനായി നടിക്കും. അവന് പ്രയോജനമുള്ളപ്പോൾ മാത്രമേ നിങ്ങളുമായി ബന്ധം പുലർത്തുകയുള്ളൂ. അതിനാൽ വഞ്ചകൻ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇടം നൽകരുത്. എപ്പോഴും ശാന്തനായി നിരീക്ഷിക്കുക. അതുതന്നെയാണ് നിങ്ങളുടെ ആയുധവും. ചാണക്യൻ നമ്മളോട് പറയുന്നത്, വഞ്ചകനെ തിരിച്ചറിയുക എന്നത് അവിശ്വാസം കാണിക്കുക എന്നതല്ല, മറിച്ച് ബുദ്ധിപരമായ ജാഗ്രത പുലർത്തുക എന്നതാണ്. ഈ ചാണക്യ തന്ത്രങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തുകയും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരെയും മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവരോട് ഇടപഴകുകയും മനസ്സ് തുറക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തും നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഇടയാക്കും.